ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൈറ്റ്സ് ആൻഡ് ക്രൂസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രാവലൊന്നും ചെയ്യുന്നില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ കാസർഗോഡിൽ ഒരു അടിപൊളി സ്ഥലമുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. അപ്പോൾ ഫാമിലിയായിട്ട് നമുക്ക് പോകാം. കുറേ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളായിട്ട് ഒക്കെ പോവാം. അപ്പം ആ സ്ഥലത്തേക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു. പക്ഷേ അന്ന് ഫ്ലോപ്പായി, മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും നല്ലൊരു ക്ലൈമറ്റാണ്, വെയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ എപ്പോൾ വരും, ഞാനിങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ രാജേട്ടൻ വന്നിട്ടുണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹായ് ആക്കെ. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം ചില സമയത്ത് വല്ല പുലിയോ അല്ലെങ്കിൽ ആന ഇറങ്ങാറുണ്ടെന്നാണ് പറയാറ്. അപ്പം മുള്ളേരിയയിലാണ് ഈ സ്ഥലം. അപ്പോൾ കാസർഗോഡുള്ള ആൾക്കാർക്ക് മനസ്സിലായി കാണും, വരുന്ന വഴി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. മുള്ളേരിയ അല്ലേ, കർമ്മൻതോടി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നും നമ്മൾ ജസ്റ്റ് ഒരു റൈറ്റ് ടേൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇത് മെയിനായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു സാറ്റർഡേയോ സൺഡേ ഈവനിങ് ഒക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടും വരാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഫുൾ പച്ചപ്പൊക്കെയാണ്. ഏതായാലും കൂടുതൽ നമ്മൾ പറഞ്ഞ് വഷളാക്കുന്നില്ല, നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇനി പോകുന്ന വഴി ഇത്തിരി മോശമാണ്, അപ്പോൾ നല്ല ഷെയ്ക്ക് ഉണ്ടാവും വീഡിയോ.
തൂക്കുപാലം എല്ലാവരും കണ്ടതാണ്. നമ്മളിത് സെക്കൻഡ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നുള്ളത്. അപ്പോൾ ഇത് മുള്ളേരി എത്തണ്ട കേട്ടോ. മുള്ളേരി എത്തുന്നതിന് കുറച്ച് മുമ്പാണ് ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ. പ്ലേസ് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ പ്ലേസിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറഞ്ഞത് ബിന്ദുച്ചയോടാണ്. ബിന്ദുച്ചയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ബിന്ദുച്ചി താങ്ക്സ് ഉണ്ട്. സൂപ്പറായിട്ടോ. നമ്മൾ കാസർഗോഡിൽ എനിക്ക് തോന്നുന്നു വലിയൊരു തൂക്കുപാലമാണ്, അതും നല്ല പഴക്കമുള്ള തൂക്കുപാലമാണ്. പിന്നെ ഒരു സ്പെഷ്യലുണ്ട്, ഇവിടെ ആന ഇറങ്ങുന്നുണ്ട് കേട്ടോ, തമാശയല്ല. ലാസ്റ്റ് മന്ത് ഇവിടെ ഒരു കൂട്ടം ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റോഡിൽ ആന ഇറങ്ങിയൊക്കെ സംഭവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആന ഇങ്ങോട്ട് വരാറുണ്ട്. ചുറ്റും ഇങ്ങ് കാണാൻ പറ്റും, മൊത്തം കാടാണ് ഒക്കെ. അതിൻ്റെ ഇടയിൽ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. ഈവനിങ് സമയം, ഞങ്ങളിപ്പോൾ ഈവനിങ് സമയത്താണ് വന്നത്. ഈവനിങ് സമയത്തൊക്കെ വന്നാൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു നമുക്ക് ആ കാടിൻ്റെ ഒരു സുഖവും പിന്നെ അതുപോലെ പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാം. പേടിച്ചിരിക്കുകയാണ്. ഒരു പേടിയില്ല. എന്തു എനിക്ക് പേടിയൊന്നുമില്ല. സംഭവം എന്തെന്ന് വെച്ചാൽ ഇത് നടക്കുമ്പോൾ ഷെയ്ക്ക് ആവുന്നുണ്ട്. കണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളായിട്ട് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ചിലയിടത്തൊക്കെ പൊട്ടിയിട്ടുണ്ട്, അപ്പം നമ്മൾ കാല് ഒന്ന് നോക്കണം. അതേപോലെ നല്ല ഭംഗി. നമ്മളിപ്പോൾ മിഡിൽ എത്തിയില്ല അല്ലേ, കുറച്ചും കൂടി മിഡിലെത്തും. നമുക്ക് അങ്ങോട്ട് പോകാം. പോകുമ്പോഴുള്ള ഒരു ഇത് നമ്മൾ കാണിച്ചു തരാം. ഈ തൂക്കുപാലത്തിൻ്റെ പേര് കിട്ടിയിട്ട് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ കടുമാന തൂക്കുപാലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ പേരും ഒന്നും അറിയാണ്ട് വന്നതാണ്. സ്ഥലം അടിപൊളിയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഏതായാലും സേഫായിട്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പഴയ കുറേ വീടുകളോ ഷോപ്പുകൾ, അങ്ങനെ പഴയ കാലത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതേപോലെ നല്ലൊരു അടിപൊളി അമ്പലം കൂടിയുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ഏതായാലും കമോൺ. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ പേരൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഇപ്പം ഈ ഒരു വെള്ളം ഇപ്പം മിക്സ് മണ്ണ് ചെളി വെള്ളം ആയതുകൊണ്ട് ആർക്കും അങ്ങനെ പറ്റില്ല. ഇല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ നല്ല രസമായിരിക്കും. അപ്പോൾ പാലത്തിനെ കുറിച്ചിട്ട് അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഏതായാലും ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് കടുമന തൂക്കുപാലം നിർമ്മാണം പ്രവൃത്തി ഉദ്ഘാടനം ശ്രീ KV കുഞ്ഞിരാമൻ MLA. ഓക്കെ, അപ്പോൾ കുഞ്ഞിരാമൻ MLA ആണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. കടുമന തൂക്കുപാലം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചേച്ചി പറഞ്ഞതുപോലെ കടുമാന തൂക്കുപാലം. പിന്നെന്താണ്, ഏത് വർഷത്തിലാണെന്ന് 2005 തീയതി മെയ് 2005. അത് ക്ലിയർ ഇല്ല, ചെളിയൊക്കെ ആയതുകൊണ്ട്. അപ്പം 2005 ഇതിൻ്റെ നിർമ്മാണം. ഏകദേശം ഒരുപാട് വർഷമായി. അപ്പം ഞങ്ങൾ പറഞ്ഞതുപോലെ നല്ല പഴക്കമുള്ള ഒരു ബ്രിഡ്ജ് ഇല്ല. അതെ, കാരണം കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര റിസ്ക്കിയാണിത്. നമ്മൾക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും ഇതിൽ പോയാലേ പറ്റുള്ളൂ.
അപ്പം സൈഡിലൊക്കെ പിടിക്കുന്നിടത്തൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് ശരിയാക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു കണ്ടീഷനിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബെസ്റ്റായിരിക്കും. ഇപ്പോൾ താഴോട്ടേക്ക് വന്നു. പാലം നിങ്ങൾക്ക് കാണാമല്ലോ, അതിൻ്റെ അടിവശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പഴക്കമുള്ളതാണ്. അതേപോലെ ഈ താഴെ ഭാഗത്ത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മരത്തിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ഈവനിങ് സമയത്ത് ഫ്രണ്ട്സും ആയിട്ടൊക്കെ വന്നിട്ട് ഇരിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. ഈ മഴ ഇല്ലെങ്കിൽ നമുക്ക് സൂപ്പറായിരിക്കും. ഇപ്പോൾ നല്ല ഒഴുക്കുള്ളൊരു ടൈമാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് റിസ്ക് ആയിരിക്കും. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഈ ഒരു സ്ഥലം നമ്മൾ എടുക്കാൻ മെയിനുള്ള കാരണം ഈ ഒരു പാലം, പിന്നെ അതേപോലെ ഈ എന്താണ് ഈ ഒരു അടിപൊളി സ്ഥലം, ലൈക്ക് മരം, അതേപോലെ എന്തോ ഒരു വൈബാണ്. പോസിറ്റീവ് എന്നല്ല, ഭയങ്കര ഒരു എന്താണ് സൈലൻറ്റ് ഏരിയ. അതെ, ഭയങ്കര സൈലൻറ്റ്. നേച്ചറിനെ നമുക്ക് അടുത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാനും ഒരു കംഫേർട്ടല്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കവറപ്പ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ പാലം ഏതായാലും നമ്മൾ കണ്ടു. ഇതിന് ചുറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വരാം. വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെ. എന്നാലും ആ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കവറപ്പ് ചെയ്യാം. ഈ ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു. കാണുമ്പോൾ നല്ല പഴക്കമുള്ളതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഓൾഡൻ ടൈംസൊക്കെ നമുക്ക് ഓർമ്മ വരും. അതേപോലെ ഇപ്പം ഏകദേശം അത് കുറച്ചൊക്കെ നശിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഇങ്ങനത്തെ ഒരു സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ പഴക്കമുള്ള ഷോപ്പുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര നോസ്റ്റാൾജിയാണ് അല്ലേ. അപ്പോൾ ഏതായാലും ആ കാണുന്നതാണ് അമ്പലം ക്ഷേത്രം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് വരാം. അങ്ങോട്ടേക്ക് പോകാനൊരു കുഞ്ഞ് ബ്രിഡ്ജുണ്ട്, അതിലൂടെ നമുക്ക് പോകാം. ആ കുഞ്ഞി പാലം ഇതാണ് കേട്ടോ. ഇതിലെ വെള്ളം പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഫോൺ താഴെ പോകാതെ അതിനിറങ്ങി. ഇതാണ് അമ്പലം, പുതിയതായിട്ട് നിർമ്മിച്ച അമ്പലമാണ് അല്ലേ കേട്ടോ. നല്ല ചാണകത്തിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ബ്രഹ്മകലശമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറി, ഇത് സൂര്യേട്ടനൊക്കെ വന്നു. അപ്പോൾ നമ്മളിനിപ്പോൾ പോകാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾ ആ പാലത്തിലൂടെ തന്നെ അങ്ങോട്ടേക്ക് പോകണം. അപ്പം പോകാം. വെയിൽ വന്ന സമയത്തുള്ള ഒരു വ്യൂ തന്നെ മാറിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഏതായാലും സെയിം സ്ഥലം തന്നെ, പക്ഷെ ഒരു ഡിഫറെൻറ്റ് വ്യൂ. ഓക്കെ, അപ്പം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളത്തിന് ഒഴുക്കുള്ളത്. അല്ലാത്ത സമയത്ത് ഇതിൽ വണ്ടിയൊക്കെ പോകാറുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഇതിലൂടെയാണ് വണ്ടിയൊക്കെ പോകുന്നത്. പിന്നെ ആ ഭാഗത്തൊക്കെ കുളിക്കാനുള്ള ഒരു പാറൊക്കെ ഉണ്ടോണ്ട് നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ സുഖിക്കാം. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഏതായാലും നോക്കട്ടെ, ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതും കൂടി എൻജോയ് ചെയ്യാം. ഈ ഒരു ട്രീ ഒരു ഭംഗിയാണ് കേട്ടോ. ഇവിടെ
അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം, ടെൻഷൻ ഫ്രീ ആവും മൈൻഡൊക്കെ. ശരിക്കും നേച്ചർ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫീല് ഫുൾ ഫോറസ്റ്റ്, ഫുൾ ട്രീസും, അതിടയ്ക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു ശബ്ദം, ഇടയ്ക്ക് പക്ഷികളുടെ ഒരു ശബ്ദം, പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞി ഇൻസെക്ട്സിൻ്റെ സൗണ്ടും, ഇതൊക്കെ ആകുമ്പോൾ നല്ലൊരു വൈബാണ്. ഒറ്റയ്ക്കൊക്കെ വന്ന് നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഫ്രണ്ട്സും ഫാമിലീസും ആയിട്ട് വരിക, അടിച്ചു പൊളിക്കുക. നല്ലൊരു ക്ലൈമറ്റ്, വെള്ളത്തിന് കുഴപ്പമില്ലാണ്ട് ഒഴുക്കൊക്കെ കുറച്ച് ഉണ്ടാകുന്ന സമയത്തൊക്കെ വരിക, വെള്ളത്തിലൊക്കെ അടിച്ചു പൊളിച്ച് കളിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചങ്ങോട്ടേക്ക് നടക്കാൻ പോവുകയാണ്. വീണ്ടും ഒരു എന്താണ്, റിസ്ക്കിയാണ്, ഭയങ്കര റിസ്ക്കി, ആയുധം വെച്ചിട്ടുള്ള കളി, ഇന്നസെൻ്റ് പറയുന്ന പോലെ. എന്നാലും ആദ്യം വന്നപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു, ഇപ്പം അത്രയും തോന്നിയില്ല. സ്പീഡായിട്ട് കണ്ടോ, ഇവിടേക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇതൊക്കെ കുട്ടികളുടെ കാലൊക്കെ പോകുന്നുണ്ടെങ്കിലേ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിന്നെ അതേപോലെ സൈഡുള്ള സംഭവം, ഇത് കുറച്ചും കൂടി ഒരു ഹാർഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം കുറേ സ്ഥലത്തൊക്കെ അത് പൊട്ടിയിരിക്കുന്നുണ്ട്, റിസ്ക്കാണ്. ഞാൻ സ്പീഡിൽ അങ്ങോട്ടേക്ക് നടക്കാം. ഓക്കെ, ഇതാണോ സ്പീഡ്? ഇതാണോ സ്പീഡ്? നടക്കുമ്പോൾ നല്ല രീതിയിൽ പാലും ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അത്രയും പഴക്കമുള്ള ഒരു പാലാണല്ലോ. അപ്പം സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല, ഭയങ്കര വൈബാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഒരു എന്താ പറയുക, ചുറ്റും ഗ്രീനറിയാണ്. അപ്പം സൂപ്പർ വൈബാണ് കേട്ടോ ഇവിടെ. പക്ഷേ ഈ പാലം കുറച്ച് പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഒരു ടൂറിസം ഒക്കെ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ അത്ര സേഫ് അല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവർക്കും വന്ന് ഈവനിങ് സമയമോ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വേറെ ഒന്നുമല്ല, ഈ ഒരു അടിപൊളി സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു വ്ളോഗിലൂടെ ഈ സ്ഥലം പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചത്. അപ്പം ഏതായാലും ഞങ്ങൾ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്കല്ല, വീട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലത്തെ അടിപൊളി വ്ളോഗ്സൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്ക് ടാറ്റാ, ബൈ ബൈ.